ഹായ് മക്കളെ, അപ്പോ നമ്മുടെ +2 മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് വന്നത്. അത് നമ്മുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് മേടിക്കാൻ അല്ലെങ്കിൽ മാർക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് +2 13 ചാപ്റ്ററുകളാണുള്ളത്. +1 അപേക്ഷിച്ച് നമുക്ക് ഒരു ചാപ്റ്റർ കുറവാണ്, പക്ഷെ പഠിക്കാൻ കണ്ടന്റ് കൂടുതലാണ് അല്ലെ. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ആയിട്ട് കുറച്ച് പഠിക്കാനൊക്കെയാണ്. പക്ഷെ ഈ ചാപ്റ്ററുകളിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കി ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ചാപ്റ്ററുകൾ നോക്കൂ. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന്റെ ബാക്കിയാണ്. ഓക്കെ, ഇനി ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇതെന്താണ്? നമ്മുടെ +1 ട്രിഗ്നോമെട്രിയുടെ ഒരു കണ്ടിന്യൂഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും ട്രിഗ്നോമെട്രി ഒന്ന് ബേസിക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ മെട്രിക്സും ഡിറ്റർമിനൻസും നിങ്ങൾ പുതിയതായിട്ട് ഇവിടെ തന്നെ പഠിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെട്രിക്സിന്റെ ബാക്കിയാണ് കണ്ടിന്യൂഷൻ ഡിറ്റർമിനൻസ്. ഓക്കെ, ഈ മെട്രിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയായിട്ടുള്ളതാണ് കണ്ടിന്യൂസ് ആണ് ഡിറ്റർമിനൻസ്. ഇനിയുള്ള ഈ 5 ചാപ്റ്ററുകളിൽ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാന കാര്യം ഇവനാണ്. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി മുതൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെയുള്ള ഈ ചാപ്റ്ററിലെ ഇത്രയും ചാപ്റ്ററുകൾ, ഈ ചാപ്റ്ററുകൾ കണ്ടിന്യൂസ് ആണ്. ഇവന്റെ ബാക്കിയാണ് ഇവൻ, ഇവന്റെ ബാക്കിയാണ് അടുത്തവൻ, അവന്റെ ബാക്കിയാണ് അടുത്തവൻ, അവന്റെ ബാക്കിയാണ് അടുത്തവൻ. അപ്പൊ മൊത്തം എത്ര ചാപ്റ്ററുകളുണ്ട് നോക്കി? 1, 2, 3, 4, 5 ചാപ്റ്ററുകളുണ്ട്. ഈ 5 ചാപ്റ്ററുകൾ കണ്ടിന്യൂസ് ആണ്. അതായത് നിങ്ങൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്റഗ്രൽസ് പഠിക്കാൻ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. കാര്യം എന്താ? നിങ്ങൾ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ച് അതും കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഇന്റഗ്രൽസിലേക്ക് കയറാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? അതുപോലെ നിങ്ങൾ ഒരു ദിവസം രാവിലെ വന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പഠിച്ചേക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പക്കയായാൽ മാത്രമേ ഇതിലേക്ക് കയറാൻ പറ്റുള്ളൂ. +2 ഏറ്റവും പ്രധാന പ്രശ്നം ഇതാണ്. ഇത് മനസ്സിലാക്കാതെ കുട്ടികൾ പഠിക്കുമ്പോഴാണ് ഈ ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്. കാര്യം എന്താ? ഈ ചാപ്റ്ററുകളെല്ലാം കണ്ടിന്യൂസ് ആണ്. കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു സെഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അവരെല്ലാവരും ഇന്റർകണക്റ്റഡ് ആണ്. അപ്പൊ അവരെ കണ്ടിന്യൂസ് ആയിട്ട് മാത്രമേ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരു ഓണത്തിന്റെ സമയത്തൊക്കെ എന്താണ് ഈ ചാപ്റ്റർ തുടങ്ങും, എന്നിട്ട് ഈ ചാപ്റ്റർ തീരുന്നത് ഒരു ക്രിസ്മസ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. കേട്ടല്ലോ? ഒരു ജനുവരിയുടെ തുടക്കത്തിലൊക്കെ ആയിരിക്കും ഈ ചാപ്റ്റർ തീരുന്നത്. കേട്ടല്ലോ? അല്ലെങ്കിൽ CBSE ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു 2-3 മാസം, എപ്പോൾ തുടങ്ങിയാലും ഒരു 2-3 മാസമായിരിക്കും ഈ ചാപ്റ്ററുകൾ തീർക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം. അത് സത്യം പറഞ്ഞാൽ 5 ചാപ്റ്ററുകൾ ഉണ്ടെങ്കിലും അതൊരു ഒറ്റ ചാപ്റ്ററാ. അതിന്റെ അകത്ത് ഒരു ക്ലാസ് മിസ്സാകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മനസ്സിലാകാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുക. കേട്ടല്ലോ? നിങ്ങൾ കൂടുതൽ സമയം ഇവർക്ക് കൊടുത്ത് ഇവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഒരു ദിവസം എന്താണ് നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂറ്റി പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി പഠിച്ചു തുടങ്ങുവാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇല്ലേ, ഇവൻ ആരാണ്? ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ഇല്ലേ, ഇവൻ നമ്മുടെ +1 ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നു. ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നു. ഇവന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. മുഴുവനായിട്ടല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ അതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇതിന്റെ ബാക്കിയാണ് ഇവൻ. കേട്ടല്ലോ? അവന്റെ ബാക്കിയാണ് ഓരോരുത്തരും എന്നുള്ളൊരു ഓർമ്മ മനസ്സിലുണ്ടാവണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്താണ്? വെക്ടറും 3Dയും വേണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഈ 3D +1 3Dയുടെ ബാക്കിയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അതത്ര എന്താണ് നിങ്ങളെ കുഴപ്പിക്കുന്ന സാധനങ്ങളൊന്നും അല്ല. പക്ഷെ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ +1 പ്രോബബിലിറ്റിയുടെ ബാക്കിയാണ്. അതും ശ്രദ്ധിച്ചോളൂ. നേരത്തെ പറഞ്ഞ പോലെ വെക്ടറിന്റെ ബാക്കിയാണ് 3D, അല്ലെങ്കിൽ +1 3Dയുടെ ബാക്കിയാണെങ്കിൽ 3D എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, 3 ഡയമെൻഷൻ ജോമെട്രി. പക്ഷെ അതത്ര നിങ്ങളെ കുഴപ്പിക്കുന്ന ആൾക്കാരല്ല. പക്ഷെ നിങ്ങളെ കുഴപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രശ്നം ഇവനാണ്. അത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ല, ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ്. അപ്പൊ പഠിക്കുമ്പോൾ ഈ കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. മനസ്സിലുണ്ടായാൽ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ.